മുത്തുമണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു കോക്കനട്ട് ബർഫിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ബാക്കിലുള്ള ഒരു കറുപ്പ് സംഭവമില്ല, അതൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ അര കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് നെയ്യ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അത് ഞാൻ അരച്ചിട്ട് ഒരു ബൗൾക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് കളറ് മാറി വരും കേട്ടോ. ചെറുതായി ഒന്ന് കളറൊക്കെ മാറി നന്നായിട്ട് നെയ്യിൻ്റെയും ആ തേങ്ങയുടെ ഒക്കെ ഒരു സ്മെല്ല് വരും. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് കളറ് ചേഞ്ച് ആയതിന് ശേഷം മാത്രമേ കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ഇതോടൊപ്പം ചേരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒട്ടും തന്നെ കൂട്ടരുത്, വളരെ കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഇപ്പോൾ പഞ്ചസാരയുടെ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇതിപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചൂട്ടോടെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ചൂട് മുഴുവനായിട്ട് പോയതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടാണ് ഇത് കഴിക്കാൻ പാടുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ബർഫിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.